ഹാൻഡ് മെയ്ഡ് ആയ സാധനമാണ്. ഒരുപാടുണ്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഈ ആർട്ട് വർക്ക് ഒക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡിന് കൂടുതൽ ഇതിനൊരു 3.25 ലക്ഷം നൈറയൊക്കെ ഉണ്ടാവും. ഈ ഒരു ക്ലോത്ത് 3.25 ലക്ഷം നൈറ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് തന്നെ വലിയ എമൗണ്ട് ആയി. ഓൾമോസ്റ്റ് ഒരു 50-55,000 ഇന്ത്യൻ റുപ്പീസ് ആയത്. അപ്പോ വലിയ എക്സ്പെൻസീവായ ക്ലോത്താണ്. അപ്പോ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ഇതുവരെ താമസിച്ച വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കെട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ഒരു കൾച്ചർ അവിടെ ഇല്ല. സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ആലോചിക്കാൻ പറ്റാത്ത രീതിയാണ്. അതെ, കല്യാണം കഴിഞ്ഞ് നേരെ വരുന്നത് തന്നെ സ്വന്തം വീട്ടിലേക്കാണ്. അതെ, അവര് പോകുന്നത് ആ പുതിയ വീട്ടിലേക്കായിരിക്കും. പിന്നെ അവരായി അവർ രണ്ടാളാണ് അവര് പുതിയ ലൈഫ്, അവര് മാത്രമുള്ള ഒരു പുതിയ ലൈഫായിരിക്കും. പിന്നെ അപ്പൊ ഈ ഇതില് അവിടെ സ്ത്രീധനം അങ്ങനെ സ്ത്രീധനം ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതിന്റെ ഒരു എല്ലാ കൾച്ചറിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവുമല്ലോ. അതിലൊരു കോമൺ ഫാക്ടർ എനിക്ക് കാണാൻ പറ്റിയത് മിക്കവാറും വീടുകൾ, ഇപ്പൊ വീടുകള് ഈ വരന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വരനായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റെന്റിന് എടുത്തിട്ടുണ്ടാവുക. അത് റെന്റിന് എടുത്താലും പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്താലും ആ വീട്ടിലേക്കുള്ള ഫർണിച്ചർ അത് പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ അതേ പറഞ്ഞത് കോമൺ ഫാക്ടർ അത് പെണ്ണിന്റെ ഭാഗത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് അവർ കൊണ്ടുവരികയും ചെയ്യും. അത് നമ്മുടെ നാട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും പെണ്ണിന്റെ ഭാഗത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചേഴ്സ് ഒക്കെ അതൊരു കൾച്ചറാണ്. അത് പിന്നെ അതിൽ ഫർണിച്ചേഴ്സിനേക്കാളും കൂടുതൽ അതാണ് ഒന്നുകൂടി ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടുപകരണങ്ങളെക്കാളും അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കനൂരി, അതേപോലെ ഞാനീ പറയുന്ന ഷൂവ അറബ് ഇങ്ങനെയുള്ള ട്രൈബുകളാണ് കല്യാണം നടക്കുന്നത്. അല്ലെങ്കിൽ മുസ്ലിം ട്രൈബുകളുടെ ഒരു കൾച്ചർ കൂടിയാണ്. ഒരു 2-3 ഷെൽഫ് അത്തറിന്റെ എല്ലാ വെറൈറ്റീസും ബഹൂറുകളായിട്ടും അത്തറിന്റെ ജെയ്ത്തുകളായിട്ടും എണ്ണയായിട്ടും ഓയിലായിട്ടും അതുപോലെ സ്പ്രേകളായിട്ടും പിന്നെ പുകയ്ക്കുന്ന പല ഐറ്റംസ് ആയിട്ട് ഒരു 2-3 ഷെൽഫ് സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ സുഗന്ധം മാത്രം 3 ഷെൽഫുകൾ. അത് ഹയർ ക്ലാസ് ആകുമ്പോൾ അതിലേറെ കൂടും. അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി കൂടും. പ്രത്യേകിച്ച് ഷൂ അറബ് എന്ന് പറഞ്ഞ ട്രൈബിലൊക്കെ ഈ ഏറ്റവും കൂടുതൽ ഈ അത്തറിന്റെ പിന്നെ ഷെൽഫുകളായിരിക്കും. അത് ഓരോ വീട്ടിൽ പോയാൽ പാളോയിൽ വളരെ മനോഹരമായി പല ആകൃതിയിലുള്ള ട്രഡീഷണൽ ബോട്ടിലുകളിൽ ഇങ്ങനെ അലങ്കരിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. ഉപയോഗിക്കും പ്രത്യേകിച്ച് സ്ത്രീകള് അതൊക്കെ നന്നായി ഉപയോഗിക്കുന്നവരാണ്. ഈ പിന്നെ എനിക്ക് തോന്നുന്ന അറബികളെക്കാളും ബഹൂർ പുകയിപ്പിക്കുന്ന ഒരു സംസ്കാരം ഞാൻ ഈ പറയാം നൈജീരിയയിലെ എല്ലാ ഭാഗങ്ങളിലുമല്ല, ഞാൻ ഈ നിൽക്കുന്ന വടക്ക് കിഴക്കൻ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഈ ഷൂ അറബ് അതേപോലെ കനൂരി പറയുന്ന മുസ്ലിം ട്രൈബുകളുള്ള ഈ പ്രദേശങ്ങളിൽ അത് വളരെ വ്യാപകമാണ്. അത് വളരെ എക്സ്പെൻസീവാണ്. പിന്നെ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അവർ വസ്ത്രത്തിലൊക്കെ പുകയിച്ചിട്ട് ആ പുകയിച്ച അതൊരു ആഴ്ചകളൊക്കെ നീണ്ടു നിൽക്കുന്ന വളരെ ഈട് കിട്ടുന്ന സുഗന്ധ ദ്രവ്യങ്ങളൊക്കെയാണ് അവരങ്ങനെ കൊണ്ടാക്കുക. അപ്പോ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ആ ആഢ്യത്വവും അവരുടെ പവറും അവരുടെ കുടുംബ മഹിമയൊക്കെ മിക്കവാറും വിലയിരുത്തപ്പെടുന്നത് ഈ ഒരു അത്തറിന്റെ കളക്ഷൻ ലക്ഷങ്ങളും പിന്നെ അതിലെ മില്യൺസും ബില്യൺസും ഒക്കെ അതിനു വേണ്ടി ചെലവിടുന്ന. അപ്പൊ ഇതൊരു രസകരമായ ഇൻഫർമേഷൻ ആയി. അപ്പോ വേഷത്തിന്റെ പറഞ്ഞു, ഭക്ഷണത്തിന്റെ ഇപ്പൊ ഭക്ഷണ രീതി വേഷം പറയുമ്പോ നമുക്ക് ഇത് കാണുന്ന ആളുകൾക്ക് ഈ ഒരു ഡ്രസ്സിനെ പറ്റി ഒന്ന് ചെറുതായി അവിടെ ഈ വേഷം എന്നതാണ്. വേഷം കൊണ്ട് എത്ര പിന്നെ ഇല്ലാത്ത ആളുകളും വേഷത്തിന് നന്നായി പ്രാധാന്യം കൊടുക്കും. അതിന് നന്നായി ഈ അത്തറിന് വേണ്ടി ചെലവഴിക്കുന്ന പോലെ തന്നെ ഉള്ളവര് വസ്ത്രത്തിനും ചെലവഴിക്കും. പിന്നെ നല്ല സുന്ദരമായ രീതിയിലുള്ള വളരെ നീണ്ടുള്ള ശ്രദ്ധ എന്നാണ് അതിന് പറയാ. ശ്രദ്ധ അതില് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്തുകൾ ഈ നൈജീരിയക്കാർക്ക് വേണ്ടി UK നിന്നും സ്വിറ്റ്സർലാൻഡിനും തുർക്കിയിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളവരാണ് സ്പെൻഡ് ചെയ്യുന്നത്. പാവപ്പെട്ട ആളുകള് അവർ കൂടുതൽ സെലക്ട് ചെയ്യുക ഇന്ത്യൻ ക്ലോത്ത്സ് ആണ്. അതിൽ തന്നെ ശ്രദ്ധ ഇന്ത്യൻ ക്ലോത്ത്സ് ബോംബെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത സ്ഥലങ്ങളല്ല, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ശ്രദ്ധ പറയും. പിന്നെ ഈ ശ്രദ്ധയുടെ മുകളിൽ ഒരു ബബറിക എന്ന് പറയുന്നത് അത് കുറെ കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവസാന ഭാഗത്തൊന്ന് ധരിച്ച് കാണിച്ചു കൊടുക്കാം. ബബറിക എവിടെയുണ്ട്?
അപ്പൊ അത് പിന്നെ ഇതിന് ബബറിക എന്ന് പറയും. ഇത് ഹാൻഡ് മെയ്ഡ് ആയ സാധനമാണ്. ഒരുപാടുണ്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഈ ആർട്ട് വർക്കൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡിന് കൂടുതൽ ഇതിനൊരു 3.25 ലക്ഷം നൈറയൊക്കെ ഉണ്ടാവും ഈ ഒരു ക്ലോത്ത്. 3.25 ലക്ഷം നൈറ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് തന്നെ വലിയ എമൗണ്ട് ആയി. ഓൾമോസ്റ്റ് ഒരു 55,000 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. അപ്പോ വലിയ എക്സ്പെൻസീവായ ക്ലോത്ത് ആണ്. അപ്പോ ഇതാണ് അവരുടെ 50,000 ഡ്രസ്സൊക്കെ അവിടെ നോർമലാണ്. ഇതേപോലെയാണ് അവിടുത്തെ സ്ത്രീകളും. പിന്നെ ഈ റിച്ചായ ആളുകൾ ഹൈലി റിച്ച് ആയിരിക്കും. പിന്നെ പാവപ്പെട്ടവര് വളരെ ലളിതമായിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും അവർ ധരിക്കുന്നുണ്ടാവും. അപ്പോ അതേപോലെ തന്നെ ഭക്ഷണം ഇപ്പൊ ഈ കല്യാണത്തിന് പോയി കല്യാണത്തിനായാലും ഭക്ഷണമൊന്നും കിട്ടാനില്ല. മരണ വീട്ടിലാണെങ്കിലോ? മരണ വീട്ടിലും അങ്ങനെ തന്നെ. മരണ വീട്ടില് ഈ വെള്ളം അവര് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. ഇത് വെള്ളം കൊടുക്കാനുള്ള രീതിയായിരിക്കും. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന രീതിയേ ഇല്ല. 2-3 ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കമ്പാരിറ്റീവ്ലി സ്ഥലമൊക്കെ സമൂഹത്തിൽ ഇറങ്ങുന്ന ആളാണല്ലോ. നന്നായി ആ ഒരു വിഷയത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കേണ്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. ഇപ്പൊ ഒരാൾ മരിച്ചാൽ, ഞാനൊരു കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, നമ്മള് മരിച്ച വീട്ടിലേക്ക് എല്ലാവരും പോയി നിൽക്കും. പിന്നെ മരിച്ച ആളെങ്ങനെ കാണുന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് കണ്ടിട്ടുണ്ടാവും, പോന്നിട്ടുണ്ടാവും. കൈ കൊടുത്തിട്ട് സമാധാനിപ്പിക്കുന്നവര് ഇല്ലാന്നല്ല പറയുന്നത്. ഇപ്പൊ മരിച്ച വീട്ടിൽ പോകുക എന്നതാണ് നമ്മുടെ സംസ്കാരം. തിരിച്ചു പോരുക, മയ്യത്തിനെ കണ്ട് തിരിച്ചു പോവുക എന്നതിലുപരി ഈ മരണപ്പെട്ടവന്റെ മോനാരാണ്, അല്ലെങ്കിൽ വാപ്പ ആരാണ്, മരിച്ച ആളുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെ ആരാണ്, അവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് അഹ്സന അല്ലാഹു അഅസാക്കും വഅഅലമല്ലാഹു അജ്റക്കും വഗഫറ ലിമയ്യിതിക്കും ഇങ്ങനെയൊക്കെ പറയല് സുന്നത്താണ്. ഇത് അവിടെ വളരെ സജീവമാണ്. അവർ പറയുന്നത് മാത്രമല്ല, ഇപ്പൊ ഒരു മരിച്ച വീട്ടിലൊരാൾ വരികയാണ്, മരിച്ച് 3 ദിവസം താജിയത്തിന്റെ ദിവസങ്ങളാണ് നമ്മളെ പോലെ തന്നെ. ഈ 3 ദിവസത്തില് സിംഗിളായിട്ടും ഒറ്റയായും കൂട്ടായിട്ടും ഒക്കെ പലരും വരും. അപ്പൊ ഈ സിംഗിളായിട്ട് വന്നാലും കൂട്ടായിട്ട് വന്നാലും, ഇപ്പൊ കൂട്ടായിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഞാനും ഉസ്താദും പിന്നെ കുറച്ച് ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് ചെന്നാല് അവര് എല്ലാവരും ഒരു ഇന്ന ആയത്തേന കൽക്കൗസറിന്റെ സൂറത്തും, അല്ലെങ്കിൽ നമ്മൾ ഓതിയിട്ടില്ലെങ്കിൽ ഈ മരിച്ച ആൾ കുറെയൊക്കെ ഇസ്ലാമികമായിട്ട് അറിവുള്ള ആളാണെങ്കിൽ അവർ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടും, പോകുമ്പോൾ ഇന്ന ആയത്തേന കൽക്കൗസറെങ്കിലും ഓതിയിട്ട് പോണേ എന്നവർ പറയും. സ്ഥിരമായിട്ട് ഓതുന്നത് എന്താന്ന് വെച്ചാല് ആ മരിച്ച മയ്യത്തിന് പഠിച്ചവന് നമ്മളിത് ഓതുമ്പോ കൗസർ കൊടുക്കും എന്നുള്ളൊരു സങ്കല്പമാണ്. ഇന്നല്ലെങ്കിൽ നാളെ കൗസർ കിട്ടും എന്നുള്ള അതിനുള്ളൊരു വിശ്വാസം പണ്ടേ അത് ഈ പാകിസ്ഥാനിക വിരുദ്ധ മന്യ എല്ലാ ആളുകളിൽ അത് സുന്നി സലഫി എല്ലാ വിഭാഗങ്ങളും എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു ദ്വാരക്കാൻ പറയും, ദ്വാരക്കും ഇങ്ങനത്തിന് കാസർ ഓതിയിട്ടാണ് ദ്വാ ചെയ്യാൻ. പിന്നെ കുറച്ച് സലാത്തും ഹംദുലില്ലാഹി ദ്വാ അവസാനിപ്പിക്കും. വേറെ അങ്ങനെ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഖുർആനിൽ വന്ന വാരിദായ ഹദീസിലൊക്കെ വന്ന വാരിദായ ദ്വാകളും ഹദീസിൽ വാരിദായ ചാറുകളും ദ്വാകളൊക്കെ തന്നെയായിരിക്കും അവർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. അതേപോലെ ഭക്ഷണത്തിന്റെ പറയുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത്? വളരെ നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ്. ആഫ്രിക്കക്കാർക്ക് പൊതുവെ എല്ലാ രാജ്യക്കാർക്കും അവർക്കൊരു ഫുഡ് കൾച്ചർ ഇല്ല എന്നതാണ്. ഫുഡ് കൾച്ചർ ഇല്ല. അത് ശരി. അങ്ങനെ അവരുടേത് എന്ന് പറയാൻ ഒരു വലിയ സംഭവം പറയുന്ന രീതിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ പ്രത്യേകിച്ച് മലയാളി വിഭാഗത്തിന്റെ ഇടയിലുള്ള പോലെ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുക, അല്ലെങ്കിൽ കഫ്റ്റീരിയ തുടങ്ങുക, ഇത്തരം ബിസിനസ്സുകൾക്കൊന്നും അവിടെ സാധ്യതയില്ല. കാരണം ഫുഡ് കൾച്ചർ ഇല്ല. പിന്നെ അവിടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു സംഭവം പറയാം. ഞാനൊരു പള്ളി എടുപ്പിച്ചിരുന്നു ബോർണോ സ്റ്റേറ്റിലെ ബോർണോ സ്റ്റേറ്റിലുള്ള ഒരു ഉള്ളിലുള്ളൊരു ഗ്രാമത്തിൽ ഒരു പള്ളി എടുപ്പിച്ചിരുന്നു. അപ്പൊ അവിടെ നമ്മൾ പോയപ്പോ അവിടെ
ഒരു ഷെയ്ഖുണ്ട്. ആ ഷെയ്ഖാണ് പള്ളിയിലെ ഇമാം. ആ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു പണ്ഡിതനാണ്. അപ്പോൾ രാത്രി ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഭക്ഷണം ഞാൻ കഴിഞ്ഞ് ഞാൻ ലോങ് 200 കിലോമീറ്റർ ഓഫ് റോഡിലൂടെയൊക്കെ പോയിട്ടാണ് അവിടെ എത്തുന്നത്. ഒരു കുഗ്രാമമാണ്. അപ്പോ അവിടെ രാത്രി എനിക്ക് കിട്ടിയൊരു ഭക്ഷണം എന്ന് പറഞ്ഞാല് ആടിന്റെ കൊടല് ചുട്ടിട്ട് തന്ന ഒരു സാധനം. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നുമില്ല, അതിനാണ് അതൊരു സ്നാക്സ് ആണ്. ഒരു സ്നാക്സ് ഒന്നുമില്ല, ആടിന്റെ കൊടല് ചുട്ടിട്ടുള്ള ഒരു സാധനം. നമ്മളത് വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ഒന്നുമില്ല, രാവിലെ കയറിയിട്ട് വെള്ളം, ഒരു ഈത്തപ്പഴം തന്നു. പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കാന്നുള്ളതായിരിക്കും. ഉച്ചക്കും ഭക്ഷണവും കാര്യമായിട്ടൊന്നുമില്ല. ഉച്ചക്ക് അയാൾ ഷെയ്ഖിന്റെ തോട്ടത്തിൽ പോയി ഇതുണ്ട്, ഈ പൂള കൃഷി. നൈജീരിയയിൽ കസാവ പ്ലാന്റേഷൻ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് കസാവ പ്ലാന്റ് ചെയ്യുന്ന രാജ്യം. അപ്പൊ അയാളെ ഈ പൂള തോട്ടത്തിൽ കയറിയിട്ട് അയാളൊരു കമ്പ് പറിച്ചു തന്നു. അതിൽ 3 ഉണ്ടായിരുന്നു. ഒന്ന് എനിക്ക് തന്നു, ഒന്ന് അയാളെടുത്തു, ഒന്ന് അയാളെ വീട്ടിൽ കൊടുത്തു. എന്നോട് പറഞ്ഞു കഴിച്ചു, നന്നായി വെള്ളം തന്നു, കുടിച്ചു. ലഞ്ചും അങ്ങനെയാണ്. അപ്പൊ ഭക്ഷണം എന്നത് വളരെ ലളിതമായ ഭക്ഷണം. ഇത് വളരെ പ്രധാന ഒരു വിവരമാണ് സത്യത്തിൽ. അതായത് നിങ്ങൾ തലേന്ന് രാത്രി എത്തിയിട്ട് ആ ഒരു ആടിന്റെ കൊടല്, അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് എന്ന് പറയാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇത് നമ്മളിപ്പോ നമ്മൾ വന്ന അതിഥികളെ അവരെയും നമ്മൾ അങ്ങനെ സൽക്കരിക്കാൻ അവർക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അങ്ങനെയായിരിക്കും. അപ്പൊ അത്രയും ഭക്ഷണത്തെ വളരെ ലളിതമായി കാണുന്ന ഒരു സമൂഹമാണ്. അത് പൊതുവെ നൈജീരിയ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണ്. അതുപോലെ നമ്മുടെ പ്രൊഫസർമാരെയൊക്കെ ഞാനിപ്പോ എന്റെ വീട്ടില് ക്ഷണിച്ച് നല്ലൊരു ഭക്ഷണം കൊടുത്താല് അവർ ഓട്ടോമാറ്റിക്കായി പറയും വയറ് നന്നായി ഭക്ഷണം കഴിച്ചു, അതൊന്നുമില്ല. ഇനി ഒരു 38 മണിക്കൂറിന് ശേഷം, അതായത് നാളെ വൈകുന്നേരമൊക്കെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും. കാരണം അവരങ്ങനെ ക്ഷീണിച്ചതാണ്. അതുപോലെ ഈ ഒരു നല്ല ഭക്ഷണത്തിന് ശേഷം ഏകദേശം ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ. പിന്നെ വേറെ കാര്യം, അവര് ജനറ്റിക്കലായിട്ട് നല്ല ആരോഗ്യമുള്ളവരാണ്. പിന്നെ നന്നായി വെള്ളം കുടിക്കും, പിന്നെ അവര് ആചാനുഭാവങ്ങളായിരിക്കും. പക്ഷെ ഈ ഭക്ഷണമെല്ലാം ആരോഗ്യത്തിന്റെ. പിന്നെ വേറെന്നുള്ളത്, ഇവരുടെ ഭക്ഷണ രീതി, അവരുടെ മെനുവില് ഈ കിഴങ്ങ് വർഗ്ഗങ്ങള്, പയറുവർഗ്ഗങ്ങള് നന്നായി എല്ലാം. ഈ ഇപ്പൊ നമ്മുടെ ഈ നാട്ടില് പത്തിരി, പത്തല ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ അരി കൊണ്ടല്ലേ ഉണ്ടാക്കുക. അരി കൊണ്ട് ചോറ് മാത്രമേ ഉണ്ടാക്കൂ. പിന്നെ ഈ പത്തല് അങ്ങനെയുള്ള സാധനങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ പയറ് പൊടിച്ചിട്ട്, ചെറുപയർ പൊടിച്ചിട്ട്, മറുപയർ പൊടിച്ചിട്ട്, പൂള പൊടിച്ചിട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ധാന്യങ്ങൾ അവർക്കറിയാം. ഇന്തടക്കം, ഇതൊക്കെ അവർ നമ്മുടെ നാട്ടില് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പൊടിച്ചിട്ട് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ ഇപ്പോ ഉണക്കമീന് അത് പ്രിസർവ് ചെയ്യുന്നവർക്ക് നന്നായി അറിയാം. ഉണക്കമീന് നന്നായി ഇറച്ചിയൊക്കെ ഇട്ടുണ്ടാക്കുന്നവര്, പിന്നെ ഫിഷ് വിഭവങ്ങള് അതുണ്ടാവും. അതിനൊക്കെ ഒരുപാട് പേരുകളുണ്ട്. അത് ഇവര് വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. വീട്ടിൽ സൂക്ഷിക്കും. ഉണക്കമീന് നന്നായി പ്രിസർവ് ചെയ്യാൻ അവർക്കറിയാം. അത് കറി ഉണ്ടാക്കും. അതായത് നമ്മളെ ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഒരു കറിയൊക്കെ അല്ല, നമ്മുടെ ഇറച്ചി പാകം ചെയ്യുന്ന പോലെ ഉണക്കമീൻ എടുത്തിട്ട് കറി വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവമാണത്, ഈ ഉണക്കമീൻ. ഉണക്കമീനും പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ ഫ്രഷ് മീൻ അവിടെ കിട്ടില്ല അന്ന്. അതുകൊണ്ട് അവർ മീൻ നന്നായി കഴിക്കും. പക്ഷെ ഈ ഉണക്കമീൻ അപ്പൊ അവിടുത്തെ ടൗണിൽ പോയപ്പോ നമ്മളിവിടുത്തെ പോലെ വലിയ ഹോട്ടലുകള്, മന്തി കടകള്, അങ്ങനെയുള്ള അങ്ങനെയൊന്നും കാണാം. പ്രധാനപ്പെട്ട ടൗണുകളിൽ വളരെ അപൂർവമായിട്ട്. ഇപ്പൊ അത് അഥവാ ഇനി ഹോട്ടൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഒന്നുകിൽ ഇന്ത്യൻസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ടർക്കിഷ് പീപ്പിൾ അവരുടെ ആയിരിക്കും, ടർക്കിഷുകാരായിരിക്കും. വേറെ ആരും അവിടെ അങ്ങനെ. പിന്നെ അപൂർവമായിട്ട് ഇപ്പൊ ലെബനീസ് അവരുടെയും ഹോട്ടലുകളൊക്കെ ഉണ്ടാവും. അത് നൈജീരിയക്കാർക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഹോട്ടലുകളൊന്നും ഉണ്ടാവാറില്ല. പുതിയ വളരെ കുറവാണ്. അതായത് ഹോട്ടൽ ബിസിനസ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആഫ്രിക്കയിലേക്ക് വണ്ടി കയറാതിരിക്കലാണ് ഒരു ഫുഡ് കൾച്ചർ വേണം. അതൊരു വളരെ ഡിഫറെന്റ് ആണ്. വളരെ മിനിമൽ ഫുഡിലാണ് അവര് സർവൈവ് ചെയ്ത് പോകുന്നത്. ഞാൻ നേരത്തെ ചോദിക്കുന്നത്, ഈ വെള്ളം അവിടെ അപൂർവമാണല്ലോ. അപ്പൊ ഇപ്പൊ ഇക്ര ഫൗണ്ടേഷൻ ഒരുപാട് കുഴൽക്കിണറൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ നോർമലി ഒരു 300-400 ഫീറ്റ് താഴോട്ട് പോയാല് ചിലടത്ത് 100 ഫീറ്റിലൊക്കെ വെള്ളം കിട്ടും. ഒരു 400 പരമാവധി എന്ന് പറയുന്നത്. അവിടെ എത്ര താഴ്ചയിൽ നമ്മൾ
നമ്മളിപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ താഴ്ച ഒന്നുമില്ല, ഒരു 80-90. കാരണം കൂടുതൽ താഴ്ചയുള്ള പ്രദേശങ്ങളിൽ നമ്മളും ഏറ്റെടുക്കാറില്ല. 400-800 താഴ്ചയുള്ള പ്രദേശങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ അത്രയും ഡീപ്പായിട്ട് കിണർ കുഴിക്കാന്നുള്ളതും കിണർ കുഴി ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ റിസ്ക് എടുത്താൽ നമുക്കത് വെള്ളം കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമാകും. അപ്പൊ ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം ഒരു 80-90 അത്രയൊക്കെ ഫീറ്റ് വെള്ളം അവൈലബിലിറ്റി ഉണ്ടെന്ന് ജിയോളജിക്കൽ സർവേ പ്രകാരം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ വെള്ളം പൊതുവെ അവൈലബിൾ ആണ്. അവൈലബിൾ ആയ സ്ഥലങ്ങളിലാണ് നമ്മൾ, ഉണ്ടെന്ന് തോന്നിയ സ്ഥലങ്ങളിലാണ് നമ്മൾ ചെയ്യാറ്. അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യം വരാറുണ്ട്. പക്ഷെ നമ്മളത്ര ജിയോളജിക്കൽ സർവേ പ്രകാരം നോക്കിയാൽ പറ്റില്ല എന്നൊരു റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ അതിന് പോകാറില്ല. ദാർലുദയുടെ ഒരു സന്തതി ഇപ്പൊ സത്യത്തിൽ ഈ ഒരു സമയത്തൊക്കെ ദാർലുദയെയും അല്ലെങ്കിൽ ഉദവികളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പല രീതിയിൽ പലരും ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാള് ആഫ്രിക്കയിലെത്തി 55 പള്ളികൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് അത് വളരെ ഉറക്കെ പറയേണ്ട ഒരു സംഗതിയാണ്. അത് എന്തുകൊണ്ടെന്നാൽ ആളുകൾക്ക് ഈ ഒരു സംവിധാനത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം വെറുതെ ആയില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. അപ്പം നിലവിൽ 56ാമത്തെ പള്ളിയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതുവരെ ഉണ്ടാക്കിയ പള്ളികൾ അതൊക്കെ അർഹരായ ആളുകളുടെ കൈകളിലാണോ? അതിന്റെ തുടർ ഫോളോ അപ്പുകൾ ആ നാടുമായൊക്കെ ബന്ധപ്പെടാറുണ്ടോ? എങ്ങനെയാണ്? തികച്ചും അർഹരായ സ്ഥലങ്ങളിൽ മാത്രം. നമുക്കിപ്പോ ഒരു 4-5 റിക്വയർമെന്റ് വരുമ്പോ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജെന്യൂനായ കേസുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ പിന്നെയും 4 കേസ് അവിടെ ബാക്കിയുണ്ടാവും. പിന്നെ അത് പിന്നെ പറ്റുന്ന സമയത്ത് നമ്മൾ പിന്നെ ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ. അപ്പോ ആ ഏരിയകളിലൊക്കെ വെറും മണ്ണിന്റെ വീടുകളും മണ്ണിന്റെ പള്ളികളും ഓരോ ജുമാഅത്ത് പള്ളികൾ നമ്മൾ എടുപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവരുടെ മൺകട്ടകൾ കൊണ്ട് 100 കൊല്ലം മുമ്പ് 150 കൊല്ലം മുമ്പ് നിർമ്മിച്ച് തികച്ച് ഇടിഞ്ഞു വേറായ പള്ളികളാണ്. ആ ഏരിയയിലാണ് നമ്മളൊരു പള്ളി സിമെന്റ് കട്ടുകൊണ്ട് ബ്രിക്സ് ചെയ്തിട്ട് പിന്നെ അതുപോലെ നന്നായി കോൺക്രീറ്റ് ചെയ്തിട്ട് അതുപോലെ പിന്നെ പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിച്ച് ടൈലൊക്കെ ഇട്ട് സീലിംഗ് ഒക്കെ നന്നായി ചെയ്ത് അങ്ങനെ ഒരു മനോഹരമായ ബിൽഡിംഗ് ആയിരിക്കും അവരുടെ കാഴ്ചപ്പാടില്. അവരുടെ കാഴ്ച നമുക്ക് ചിലപ്പം അത്രത്തോളം സൗന്ദര്യം തോന്നില്ല. കാരണം നമ്മൾ ഗൾഫിൽ നിന്നായിരിക്കും ഈ ആളുകൾ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പള്ളികളൊക്കെ മനോഹരമാണല്ലോ, വലിയ പള്ളികളാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയതില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ പള്ളി എടുക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഒരു ഹൗദുങ്കര ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ ജുമാഅത്ത് പള്ളി എടുക്കാൻ അത് 15 കിലോമീറ്റർ പരിധിയിലൊന്നും ഒലിക്ക് ജുമാഅത്ത് പള്ളി ഉണ്ടാവില്ല. അങ്ങനെയുള്ള റിമോട്ട് ഏരിയകളിലാണ് നമ്മൾ പള്ളി എടുപ്പിക്കുന്നത്. രാവിലെ വെള്ളിയാഴ്ച രാവിലെ പണ്ടത്തൊക്കെ നമ്മുടെ നാട്ടിലുള്ളവര് 7 മണിക്ക് 8 മണിക്കൊക്കെ പോകണം ജുമാഅത്ത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിലാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ജുമാഅത്ത് പള്ളികളിലൊക്കെ എല്ലാ ജുമാഅത്ത് പള്ളികളും അങ്ങനെ തന്നെയാണ്. അപ്പോ തികച്ചും ജനീയ. അതേപോലെ നമ്മളെ പള്ളി എടുപ്പിക്കാനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ നമ്മളിങ്ങനെ ഉറക്കെ പറയുന്ന ആളുകളിൽ പെട്ടതല്ല. അത് ആത്മാർത്ഥമായിട്ട് ആരും പറയാനോ കേൾക്കാനോ സംവിധാനം മുന്നോട്ടെത്തുന്ന ഒരു ദാവ ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് ദാർലുദ അതിന്റെ പ്രോഡക്റ്റുകളെ എങ്ങനെ ഒരുക്കിയെടുക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ ആ അർത്ഥത്തിലാണ് അത് അതിന്റെ ഒരു മെസ്സേജ് കൈമാറുക എന്ന് പറയുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും നടക്കുന്നത്. ദാർലുദയിലെ 5ാം ബാച്ചിലെ ഹുദവി, പിന്നീട് ഹംദർദിലെ PG വിദ്യാർത്ഥി, അവിടുന്ന് ജാമിയ ഹംദർദിൽ നിന്ന് തന്നെ PhD ഇസ്ലാമിക് സ്റ്റഡീസിൽ, ലിബിയൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയുള്ള PhD വർക്ക് പോലെ തന്നെ ആഫ്രിക്കയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ഒരു നിയോഗം പോലെ എത്തിപ്പെട്ടതാണ്. ഏതായാലും നൂർലുദയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇവിടെ വരെ കൊണ്ടുവരാനായത്, കുട്ടികളുമായിട്ട് സംവദിക്കാനായത് വലിയ സന്തോഷമുണ്ട്. എന്താണ് നമ്മളെ സ്ഥാപനത്തെ പറ്റി, ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റിയൊക്കെയുള്ള ഉസ്താദിന്റെ ഒരു വിലയിരുത്തൽ? ഇവിടെ വന്നപ്പോ മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ഒരു എക്സ്പോഷർ അത് എനിക്കും കിട്ടുന്നുണ്ട്. എനിക്കും അതേപോലെ ഉസ്താദ്മാർക്കൊക്കെ അത് കിട്ടുന്നുണ്ടാവും. അങ്ങനെ കിട്ടുമ്പോൾ തീർച്ചയായും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുണ്ടാവുന്ന ഓർപ്പിക്കാറുണ്ട്. അപ്പോൾ
ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകമായ അനുഭൂതി, പല നിലക്കുള്ള അനുഭൂതി. കുട്ടികളൊക്കെ സമ്മതിക്കാൻ ഞാനൊരു അരമണിക്കൂർ സംസാരിച്ചിട്ടൊരു 10-20 മിനിറ്റ് കുട്ടികൾക്ക് ഇൻഡക്ഷൻ സെഷൻ ആവാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു 2-3 മണിക്കൂറോളം കുട്ടികൾ നിർത്തുന്നില്ല. അവരുടെ ഇന്റലക്ച്വലായിട്ടുള്ള ഇടപെടലുകൾ, വളരെ ഉന്നതമായ അറിയാനുള്ള അവരുടെ അറിവിനോടുള്ള ആ ഒരു ത്വര, വ്യാഞ്ച, അത് വല്ലാതെ കുട്ടികൾ കാണുന്നുണ്ട്. അതും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ ആധുനികമായിട്ടുള്ള ചോദ്യങ്ങളും അറിയാനുള്ള ഉത്കണ്ഠയൊക്കെ അവരിലുണ്ട്. പിന്നെ പ്രഗത്ഭരായ ഉസ്താദുമാരുടെ സാന്നിധ്യം ഇവിടെ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ സർവോപരി അവരുടെ ഈ സംഘടനയ്ക്ക് അവർ പേരിട്ടിരിക്കുന്നത് തന്നെ നൂറുൽ ഹുദ എന്നാണ്. നൂറ് എന്ന് പറയുന്നത് തന്നെ പ്രകാശമാണ്. അപ്പോൾ അതും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ നിൽക്കുന്ന നമ്മളീ പറഞ്ഞ ബോർണോ സ്റ്റേറ്റിലുള്ള 95% മുസ്ലിങ്ങളും കനൂരികളാണ്. അവർ പറയും കനൂരികളാണ്. കനൂരി എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്നാണ്, അതിന്റെ ഒറിജിൻ കണ്ണൂർ എന്നാണ്. അപ്പോൾ അവരുടെ മുഖത്ത് അവർ കറുത്തവരാണെങ്കിലും കറുത്തവർഗക്കാരാണെങ്കിലും മുഖത്ത് വല്ലാത്തൊരു നൂറ് ഉണ്ടെന്നുള്ളതാണ് ആ പ്രയോഗത്തിന്റെ പ്രകാശം പോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പേര് തന്നെ, പേരിൽ നിന്ന് ഒരു പ്രകാശത്തിന്റെ ജ്വാല അതിവിടെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പിന്നെ എഴുത്തുകുത്തുകൾ, വർക്കുകൾ, മറ്റ് പ്രസംഗ പരിശീലന വേദികൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ കാലിബറായിട്ടുള്ള പിന്നെ കുട്ടികളുടെ കോൺഫറൻസുകൾ, അതുപോലെ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ എഴുതി, സ്വന്തമായിട്ട് കവിതകൾ എഴുതുന്ന സാഹിത്യ വാസനയുള്ള കഴിവുള്ള ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അവരെയൊക്കെ വാർത്തെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ മാടന്നൂരിൻ്റെയും അവിടെയുണ്ട് ഒരു നൂറ്. അവിടെ മൊത്തത്തിലൊരു പ്രകാശനമുണ്ട്. നിങ്ങളിലൂടെ ഈ ഏരിയയിൽ മൊത്തം ജ്വലിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. ഈ ഒരു രാത്രി ഒരുപാട് വൈകിയ നേരത്താണ് നമ്മൾ ഈ ഒരു സംസാരം പോലും നടക്കുന്നത്. കുട്ടികളോട് മണിക്കൂറുകളോളം സംസാരിച്ച് അതിനുശേഷം പിന്നെയും ഉസ്താമാരോടും കൂടി സംവദിച്ചതിന് ശേഷമാണ്. ഏതായാലും ഒരു ഐഡിയൽ ഹുദവി എന്താവണം എന്നതിന് ജീവിതം കൊണ്ട് കഥ പറഞ്ഞു തരുന്ന, വഴി കാണിക്കുന്ന സയ്യിദ് ഹുദവി ഉസ്താദ്, സയ്യിദ് ഉസ്താദിന്റെ കൂടെ സമയം ചെലവഴിക്കാനായതിൽ വലിയ സന്തോഷമുണ്ട്. പ്രൊഫസർക്ക് നിങ്ങൾ ഈ വന്നത്, ഇവിടെ ചെലവഴിച്ച സമയങ്ങൾ എല്ലാം കബൂലാക്കുമാറാകട്ടെ. എപ്പോഴും ഞങ്ങളെ ദുആ ഉണ്ടാവും, സാറിന്റെ ദുആയിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.